ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 15ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇതില് നമ്മൾ ഒരു PYQ സെറ്റ് ആണ് ഇട്ടിരുന്നത്. മാത്സ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഒരു PYQ സെറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അതിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി ആണോ? അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ DIയിലെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? സോ എന്താണ് തന്നിരിക്കുന്നത്? ഏരിയ വൈസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ, എംപ്ലോയ്മെന്റ് ഏരിയ വൈസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഒരു കോളേജിൽ നിന്ന് ഏതൊക്കെ ഏരിയയില്, ഹാർഡ്വെയറില്, SQL, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റില്, മറ്റ് മേഖലകളിൽ MTech പഠിച്ചുകൊണ്ടിരിക്കുന്ന, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വ്യത്യസ്ത മേഖലകളിൽ ജോലി കിട്ടുകയാണ്. അത് 2019 എത്രയാണ്, 2020 എത്രയാണ്, 2021, 2022, 2023 അല്ലെ? ഈ 4 വർഷങ്ങൾ, 5 വർഷങ്ങളിലെ കുട്ടികളുടെ പെർസെന്റേജ് എത്ര പെർസെന്റേജ് ആളുകൾക്ക് ഏതൊക്കെ മേഖലകളിൽ ജോലി കിട്ടി എന്നുള്ളതും, ദെൻ രണ്ടാമത് വന്നിരിക്കുന്നത് എത്രയാണ്, അവരുടെ ആവറേജ് മന്ത്ലി സാലറി ആണ്. ആ ഒരു വർഷത്തെ ആവറേജ് മന്ത്ലി സാലറി, ആ സെക്ടറിലെ ആവറേജ് മന്ത്ലി സാലറി ആണ് തന്നിരിക്കുന്നത് അല്ലെ? പിന്നെ എന്ത് തന്നിട്ടുണ്ട്? 2019, 2023 പാസ്സായ കുട്ടികളുടെ എണ്ണം 800, 600, 1100, 1200, 1000 ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ? സോ ഈ ഒരു ടേബിളിനനുസരിച്ച് നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. എന്താണ് ആദ്യത്തെ ചോദ്യം? In all the 5 years, the number of students getting employment in hardware is stage less than the number of students getting employment in SQA. അല്ലെ? അപ്പോ എന്താണ് സംഭവം? ഹാർഡ്വെയർ മേഖലയിൽ ജോലി കിട്ടുന്ന കുട്ടികളുടെ എണ്ണം SQL മേഖലയിൽ ജോലി കിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ എത്ര കുറവാണ് എല്ലാ വർഷങ്ങളിലെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? എത്ര കുറവാണ് എന്നുള്ള സാധനം. അറിയാം, 2019 800 കുട്ടികളാണ് ടോട്ടൽ പാസ്സായിരിക്കുന്നത്. അതില് 22% ആണ് ഹാർഡ്വെയർ മേഖലയിലുള്ളത്. SQA മേഖലയിൽ 36% ജോലി കിട്ടി. അപ്പൊ ഈ 22% 36% തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? അതായത് 2019 ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 800ന്റെ 36% മൈനസ് 800ന്റെ 22% ചെയ്യണം. അപ്പൊ ഒരേ സംഖ്യയുടെ 36 മൈനസ് 22 എത്ര ചെയ്താൽ മതി? 36 മൈനസ് 22 എത്രയായിരിക്കും? 14% കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ഇത് 36 മൈനസ് 22 എന്ന് പറയുമ്പോൾ 14 അല്ലേ വരുന്നത്? 36 20 പോയാൽ എത്ര വരും? 16, 16 2 പോയി കഴിഞ്ഞാൽ 14. അപ്പൊ 800ന്റെ 14% അല്ലെ? അതാണ് 800ന്റെ 14% പ്ലസ് അടുത്ത് നമ്മൾ എന്താ കാണണ്ടേ? വീണ്ടും 2020 എത്തുമ്പോൾ 600 പേരാണ് ടോട്ടൽ ജോലി കിട്ടിയിരിക്കുന്നത്. ആ 600ന്റെ 17%, 48% അല്ലെങ്കിൽ 48% SQL കിട്ടിയിരിക്കുന്നത്. സോ ഹാർഡ്വെയറിൽ കിട്ടിയിരിക്കുന്ന ആളുകൾ എത്ര ശതമാനമാണ്? 17%. അപ്പൊ എത്ര കുറവാണ്? 48 മൈനസ് 17 എത്രയാണ്? 31% അല്ലെ? 600ന്റെ 31% അവിടുത്തെ 2020 ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം. 2021 എടുക്കുമ്പോഴോ 1100ന്റെ അല്ലെ? 1100ന്റെ എത്രയാ? 23, 43 എന്ന് പറയുമ്പോൾ 20%. അപ്പൊ പ്ലസ് എത്രയാണ്? 1100ന്റെ എത്ര ശതമാനം? 20%. പ്ലസ് അടുത്തതോ? അടുത്ത 2022 എടുക്കുമ്പോൾ 1200 പേരാണ് ടോട്ടൽ പാസ്സായിരിക്കുന്നത്. അതിൽ 19, 37 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 18% അല്ലെ? 19, 37 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 18 അല്ലെ? സോ 1200ന്റെ 18% പ്ലസ് അടുത്തതോ 32%. ഇപ്പൊ 1000 ആണ് ഇവിടെ വരുന്നത്. 1000ന്റെ 32% പേർക്ക് ഹാർഡ്വെയർ മേഖലയിലും 32% പേർക്ക് SQA മേഖലയിലും ജോലി കിട്ടി. അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം രണ്ടിലും ഒരേ പെർസെന്റേജ് ആളുകൾക്കാണ് ജോലി കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇതെല്ലാം കൂടെ കൂട്ടാം. അപ്പൊ 800ന്റെ 14%, 800ന്റെ 10% എത്രയാ? 80 ആയിരിക്കും. പിന്നെ 4% എത്രയായിരിക്കും? 32 ആയിരിക്കും അല്ലെ? അപ്പൊ 80, 32 കൂട്ടിയാ 112 പ്ലസ് അടുത്ത 600ന്റെ 31% എന്ന് പറയുമ്പോൾ 600ന്റെ 30% എന്ന് പറയുമ്പോൾ എത്ര വരിക? 180 പ്ലസ് 1% എന്ന് പറയുമ്പോൾ എത്ര വരും? 6. അപ്പൊ 186 അല്ലെ? പ്ലസ് അടുത്തോ 1100ന്റെ 20% എന്ന് പറയുമ്പോൾ 1100ന്റെ 10% 110, 20% എന്ന് പറയുമ്പോൾ 220. 1200ന്റെ 18% എന്ന് പറയുമ്പോഴോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1200ന്റെ 20% മൈനസ് 2% ചെയ്താൽ പോരെ? ഇപ്പൊ 18% കിട്ടില്ലേ? 20 മൈനസ് 2 18% അല്ലേ? 1200ന്റെ 20% എത്രയായിരിക്കും? 240 മൈനസ് 2% എത്രയായിരിക്കും? 2% 24 ആയിരിക്കും അല്ലെ? 240 ആണ് 20% എങ്കിൽ 2% എത്രയായിരിക്കും? 24 ആയിരിക്കും. അപ്പൊ 240 മൈനസ് 24, 240 20 പോയാ 220, 4 കൂടെ പോയാ 216. സോ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരാ നോക്കൂ? 6 2 8 6 14 അല്ലെ? ഇപ്പൊ 4 എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 734 എഴുതി വെക്കാം. എന്നാലും നമുക്കൊന്ന് കൂട്ടി നോക്കാം. ബാക്കി ഒന്ന് ശേഷം 1 1 2 2 4, 4 8 12 13, ബാക്കി ഒന്ന് 2 1 3, 3 2 5, 5 1 6 1 7 അല്ലെ?
സോ അപ്പൊ എത്രയാണ് 734 പേരായിരിക്കും ഇവിടുത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ SQ മേഖലയിൽ ജോലി കിട്ടിയ ആളുകളുടെ എണ്ണം ഹാർഡ്വെയർ മേഖലയിൽ ജോലി കിട്ടിയ ആളുകളേക്കാൾ എത്ര കൂടുതലാണ്? 734 പേര് കൂടുതലാണ്. തിരിച്ചാണെങ്കിൽ ഹാർഡ്വെയർ മേഖലയിൽ ജോലി കിട്ടിയവരെക്കാൾ SQ മേഖലയിൽ ജോലി കിട്ടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 734 കുറവാണ്. അല്ലെ? സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കേസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഹാർഡ്വെയർ ഇൻ ദ ഇയർ 2023 വിത്ത് റെഫറൻസ് ടു ദ ഇയർ 2019 എന്ന് പറയുന്നത് അല്ലെ? 2019 അപേക്ഷിച്ച് 2023 ആകുമ്പോഴേക്ക് ഹാർഡ്വെയർ മേഖലയിൽ എത്ര പെർസെന്റേജ് സാലറി കൂടി എന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എത്ര കൂടി നോക്കൂ, 54,500 രൂപയായിരുന്നത് 98,100 ആയി അല്ലെ? 2019 54,500 ആയിരുന്നു. 2023 ഹാർഡ്വെയർ മേഖലയിൽ കിട്ടിയ സ്റ്റാർട്ടിംഗ് സാലറി എത്രയാ? 98,100 ആണ്. സോ എത്ര കൂടി നോക്കൂ, എത്ര രൂപ കൂടി നോക്കൂ, എന്നിട്ട് നമുക്ക് പെർസെന്റേജ് കാണാം. സോ 98,100 മൈനസ് 54,500 അല്ലെ? സോ അപ്പൊ എത്ര വരിക? 0 0 അല്ലെ? 5 6 11 ബാക്കി ഒന്ന് 5 3 അല്ലെ? സോ എത്ര വരിക? 4 43,600 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലെ? അത്രയും രൂപ കൂടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 43,600 എന്ന് പറയുന്നത് നമ്മുടെ എന്തിനെ വെച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്? 2019 സാലറി വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ 2019 സാലറി എത്രയായിരുന്നു? 54,500 ആയിരുന്നു. ആ 54,500ന്റെ എത്ര പെർസെന്റേജ് ആണ് 43,600 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ഏകദേശം 54,500ന്റെ 10% എന്ന് പറഞ്ഞാൽ 5,450 ആണ് അല്ലെ? സോ എത്ര ഇവിടുത്തെ ഡിഫറൻസ് എന്ന് നോക്കി നോക്കൂ. 54,500ഉം 43,600ഉം തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം എത്രയാണ് വരുന്നത്? സോ ഇവിടെ 0 അല്ലെ? 0 9 15 ബാക്കി 1 0 10,900 വരുന്നത് അല്ലെ? ഏകദേശം 10,900. അപ്പൊ നോക്കൂ 5,450 ആണ് 10% എന്നുള്ളത് നമുക്കറിയാം. 54,500ന്റെ 10% എത്രയാ? 5,450 അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കില്ലേ 10,900 എന്ന് പറയുന്ന സാധനം അല്ലെ? 5,450ന്റെ ഇരട്ടി എത്രയാ? 5,000ത്തിന്റെ ഇരട്ടി 10,000, 450ന്റെ ഇരട്ടി 900. സോ എന്ന് വെച്ചാൽ എത്ര പെർസെന്റേജ്? 20%. 20% കുറവാണ് അല്ലെ? എന്ന് വെച്ചാൽ ഈ 43,600 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആയിരിക്കും? അതായത് 4,500ന്ന് ഒരു 10,900 കുറച്ചാൽ നമുക്ക് 43,600 കിട്ടും. 54,500ന്റെ 100% ആണ് 54,500. അതിന് 20% കുറച്ചാൽ എത്രയാണ്? 20% ആണല്ലോ 10,900. ആ 20% കുറച്ചാൽ എത്ര ശതമാനം കിട്ടുക നമുക്ക്? 80%. സോ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കിയിട്ടും കണ്ടുപിടിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറുതാക്കി പോരുക. ഇവിടെ 0 0 വെട്ടിപ്പോവും. ഇനി നമുക്ക് 545 100ഉം ചെറുതാക്കാം. എത്രയിൽ പോവും? 545ല് 5 ഒരു 5 5 അല്ലെ? ഇവിടെ 0 9 പ്രാവശ്യം പോകും നമുക്ക് മനസ്സിലായി. ദെൻ ഇവിടെ 100ൽ എത്ര പ്രാവശ്യം പോവും? 5 20 പ്രാവശ്യം പോകും നമുക്കറിയാം അല്ലെ? ഇനി 109നെ 4 കൊണ്ട് ഗുണിച്ചതായിരിക്കും 436. അപ്പൊ 4 × 20 80% എന്ന് കിട്ടും. അങ്ങനെ വെട്ടി ചെറുതാക്കാനാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നുള്ളത്. സോ എത്ര പെർസെന്റേജ് ആയിരിക്കും? 80% ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ശതമാനം കൂടി? 80% കൂടി എന്നുള്ളത് മനസ്സിലായി. ഓക്കെ അല്ലെ? സോ അപ്പൊ എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? ഇവിടെ 2019 സാലറി വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യേണ്ടി വരിക എന്ന് മാത്രം ആലോചിച്ചു. ഓക്കെ അല്ലെ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ദ ആവറേജ് മന്ത്ലി സാലറി ഓഫേർഡ് ടു ആൻ എം സ്റ്റുഡന്റ് ഇൻ 2020 അല്ലെ? 2020 എം സ്റ്റുഡന്റ് കിട്ടിയ ആവറേജ് മന്ത്ലി സാലറി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓരോ സെക്ടറിലും കിട്ടിയ സാലറി ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ കൂട്ടുക. ഡിവൈഡഡ് ബൈ എത്ര സെക്ടറാണ്? 4 സെക്ടറിലാണ്. അതുകൊണ്ട് ഹരിക്കാം. സോ അപ്പൊ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 0 അല്ലെ? 0 9 4 13 13 9 22 8 30 ബാക്കി 3 ശിഷ്ടം അല്ലെ? 3 4 7 7 3 10 3 13 ബാക്കി 1 5 1 6 6 6 12 12 6 18 6 24 അല്ലെ? 2,43,000 രൂപയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ആ 2,43,000 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ 24 4 പ്രാവശ്യം പോവും 6 പ്രാവശ്യം. പിന്നെ 3ൽ 4 പോവില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ 0 എഴുതി വെച്ചു. 30ല് 7 4 28 അല്ലെ? ബാക്കി 2 ശിഷ്ടം 20ൽ 5 0. സോ അപ്പൊ എത്രയായിരിക്കും ആൻസർ? 60,750 ആയിരിക്കും അവിടുത്തെ ആവറേജ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് അല്ലെ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇൻ 2021 സ്റ്റുഡൻസ് ഗെറ്റിംഗ് എംപ്ലോയ്മെന്റ് ഇൻ ഹാർഡ്വെയർ ഏൺഡ് lakhs മോർ ദാൻ ദോസ് ഗെറ്റിംഗ് എംപ്ലോയ്മെന്റ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഒരു വർഷത്തിന്റെ ചോദ്യമാണ്. 2021 ഹാർഡ്വെയർ മേഖലയിൽ ജോലി കിട്ടുന്ന കുട്ടികള് ഏൺ ചെയ്ത സാലറി എന്ന് പറയുന്നത് എന്തിനേക്കാൾ? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് കിട്ടിയ സാലറിയേക്കാൾ എത്ര ലക്ഷം കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്?
2021 ചോദ്യം അല്ലെ? ഏതൊക്കെയാണ് മേഖലകൾ? ഹാർഡ്വെയറും 2021 ഹാർഡ്വെയർ, പിന്നെ 2021 ഹാർഡ്വെയറും, പിന്നെ വരുന്നത് ഏതാണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും അല്ലേ? യെസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമാണ്. സോ എങ്ങനെയാണ് നമ്മളിത് കാണേണ്ടത്? ഓ, എത്ര ലക്ഷം കൂടുതൽ കിട്ടി സാലറി എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ കുട്ടികളുടെ എണ്ണവും കൂടെ നമ്മൾ അവിടെ കാണണം. കാരണം നോക്കൂ, 23% കുട്ടികളാണ് നമ്മുടെ ഹാർഡ്വെയർ മേഖലയിൽ ജോലി ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര പേരാണ്? നോക്കൂ, 2021 എത്ര പേരാണ്? 2021, 2019, 2020, 2021 1100 പേരിൽ 23%. എത്രയാണ് നോക്കൂ അവിടെ കുട്ടികൾക്ക് ടോട്ടൽ ഹാർഡ്വെയർ മേഖലയിൽ ജോലി കിട്ടി നോക്കൂ, 1100ന്റെ 23%. എങ്ങനെ കണ്ടുപിടിക്കും 1100ന്റെ 23%? 1100ന്റെ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110, 20% എന്ന് പറയുമ്പോൾ 220 അല്ലെ? 1% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 11 ആയിരിക്കും. അപ്പൊ 3% എന്ന് പറയുമ്പോൾ 33 ആയിരിക്കും. സോ 220 33 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 3, 5, 253 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ 253 കുട്ടികൾക്ക് എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട്? ഓരോ കുട്ടിക്കും 75,500 വെച്ച് കിട്ടുന്നുണ്ട്. സോ 75,500 ഇൻറ്റു 253 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ സാലറി. ഇത് എത്ര വരിക? അപ്പൊ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 75,500 755 എടുത്താൽ മതി അല്ലെ? 755 ഇൻറ്റു 253 ഗുണിച്ച് നോക്കൂ. 3 15, ബാക്കി ഒന്ന് 16 അല്ലെ? ബാക്കി ഒന്ന് 22, then 5 25 5, ബാക്കി 2 7, ബാക്കി 2 അല്ലെ? 7 35 2 37. അടുത്തോ ഈ 5 10 0, ബാക്കി ഒന്ന് 25 10 1 11, ബാക്കി ഒന്ന് അല്ലെ? 7 14 1 15. സോ എത്ര കിട്ടാം? 5 11, ബാക്കി ഒന്ന് ശിഷ്ടം 7 8 2 10, ബാക്കി ഒന്ന് 2 7 2 9 2 11, ബാക്കി ഒന്ന് ശേഷം 5 1 6 3 9 അല്ലെ? ഇത്രയും അല്ലെ? അതായത് 1 91 0 1 5 പിന്നെ 2 0 കൂടെ, ഇത്രയും രൂപയായിരിക്കും അവിടുത്തെ സാലറി അല്ലെ? എത്രയായിരിക്കും? മറ്റേ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി അല്ലെ? 1,91,500,000 രൂപയായിരിക്കും. ഇതേപോലെ നമ്മുടെ 2021 സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ എത്ര പേര് ജോലിക്ക് കയറി എന്ന് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 1100ന്റെ 21% കണ്ടുപിടിക്കണം. ഇതിലിപ്പോ മന്ത്ലി സാലറി ആണ്. ഈ എത്രയാണ്? 1,91,00,000 അത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് കേട്ടോ. ഇനി നമ്മൾ 1100ന്റെ 21% കാണണം. 1100ന്റെ 21% എത്രയാ? 1100ന്റെ 20% നമ്മൾ നേരത്തെ കണ്ട പോലെ 220 അല്ലെ? സോ 220 എന്ന് നമുക്ക് കിട്ടി. പ്ലസ് 1% എത്രയായിരിക്കും? 1% 11 ആയിരിക്കും അല്ലെ? സോ അപ്പൊ എത്ര വരിക? 1 3 231 പേർക്കാണ് ജോലി കിട്ടിയിരിക്കുന്നത്. ആ 231 പേർക്ക് ഓരോ മാസവും എത്ര വെച്ച് സാലറി കിട്ടുന്നുണ്ട്? 70,500 രൂപ വെച്ച് സാലറി കിട്ടുന്നുണ്ട്. സോ അപ്പൊ ടോട്ടൽ സാലറി എത്രയായിരിക്കും? 231 ഇൻറ്റു 705 ഗുണിച്ച് 2 0 കൊണ്ട് ഇട്ട് കൊടുക്കുക അല്ലെ? സോ അപ്പൊ 5 5, 3 15 5, ബാക്കി ഒന്ന് 2 10 1 11. പിന്നെ 0 ആയതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ 0 ഇട്ട് അടുത്ത 1 7 7, 3 7 21, ബാക്കി 2 ശിഷ്ടം അല്ലെ? 7 14 2 16 അങ്ങനെ എഴുതി. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ 5 5 7 1 8 2 6 1 അല്ലെ? 1,62,855 എന്ന് കിട്ടും. പിന്നെ 2 0 കൂടെ വേണമല്ലോ. അപ്പൊ എത്ര വരിക? 1 6 2 8 5 അല്ലെ? 1 6 2 8 5 5 0 0 അല്ലെ? ഇത്രയും രൂപയായിരിക്കും അവർക്ക് ഒരു മാസം കിട്ടുന്നുണ്ടാവുക അല്ലെ? 1,62,85,500 രൂപയായിരിക്കും അവർക്ക് ഇത്രയും പേർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എത്രയാണ് ഒരു മാസത്തെ ഡിഫറൻസ്? എത്രയാ ഒരു മാസത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്? 0 0 5 5 പോയ 0 അല്ലെ? 1 5 പോലും കടെടുത്ത് കഴിയുമ്പോൾ 6 അല്ലെ? ഇവിടെ 1 വരും. പിന്നെ എത്രയാ അവിടെ വരാം? ഇവിടെ 8 വരും അല്ലെ? 8 വരും. പിന്നെ 8 6 പോയി കഴിഞ്ഞാൽ എത്ര വരും? 2 വരും അല്ലെ? 0 അല്ലെ? അപ്പൊ 281 6 3 0 എന്നുള്ള ലെവലിലാണ് നമുക്ക് അവിടെ വരിക അല്ലെ? ഇനി ഇത് ഒരു മാസത്തെ ഡിഫറൻസ് ആണ് ഈ സാധനം അല്ലെ? 281 6 3 0 എന്നുള്ളത് ഒരു മാസത്തെ ഡിഫറൻസ് അല്ലേ? അല്ലെ? നമുക്ക് ഡിഫറൻസ് കാണുമ്പോൾ അത്രയല്ലേ വരുന്നത്? 0 0 0, 5 6 11, ബാക്കി 1 8 9 10, ബാക്കി 1 3 8 3 11, ബാക്കി 1 യെസ് തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക്
എത്രയാ വരുന്നത്? 2,81,000 സോറി 28,16,000 രൂപയാണ് ഒരു മാസം ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ എന്താ കാണേണ്ടത്? 12 മാസം ഡിഫറൻസ് കാണണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 281,6 നമ്മൾ 12 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ എത്ര വരിക? 26 12 ബാക്കി 1 2 1 3 2 16 ബാക്കി 1 2 4 1 5 അല്ലെ? 1 6 6 1 1 1 8 8 1 2 2. സോ ഇപ്പൊ എത്ര കൂട്ടുമ്പോ കിട്ടുക? 2 9 6 1 7 അല്ലെ? 3 3 അല്ലെ? ഇങ്ങനെയല്ലേ കിട്ടുക? സോ എത്ര പൂജ്യം കൂടി ഉണ്ട്? 3 പൂജ്യം കൂടി ഉണ്ട്. അപ്പൊ ഇതിനെ ലക്ഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 3,37,92,000 ആണ് വരുന്നത്. അപ്പൊ ലക്ഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ എത്ര വരാം? 337.92 ലക്ഷം രൂപയായിരിക്കും ഒരു വർഷത്തെ അവരുടെ എന്തിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? സാലറീസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ആവറേജ് മന്ത്ലി സാലറി ഓഫേർഡ് ടു ആൻ എംടെക് സ്റ്റുഡന്റ് ഇൻ 2023 is approximately ഡേഷ് പെർസെന്റേജ് മോർ ദാൻ ദാറ്റ് ഇൻ 2022 എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ എംടെക് സ്റ്റുഡന്റിന് 2023 ആവറേജ് മന്ത്ലി സാലറി ഓഫേർഡ് ടു ആൻ എംടെക് സ്റ്റുഡന്റ് 2023 അല്ലെ? 2023 ആവറേജ് മന്ത്ലി സാലറി എങ്ങനെയാണ് പിടിക്കുക? അതെല്ലാം കൂടെ കൂട്ടണം അല്ലെ? അപ്പൊ 0 ഇവിടെ വരുമ്പോഴും 0 പിന്നെ 4 4 4 8 2 10 10 1 11 1 ബാക്കി 1 ശേഷം 5 1 6 അല്ലെ? 6 6 12 12 2 14 14 8 എത്ര വരിക? 14 8 22 2 ബാക്കി 2 7 2 9 അല്ലെ? 9 9 8 17 17 9 എത്രയാ? 26 ബാക്കി 2 ശിഷ്ടം അല്ലെ? 2 1 3 അപ്പൊ 30 ടോട്ടൽ എത്രയാണ്? പ്ലസ് അതിലെ ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ എത്ര വരിക? 36 21 0 0 ഡിവൈഡഡ് ബൈ 4 അല്ലെ? അപ്പൊ എത്ര വരിക? 9 4 36 ദെൻ 2 0 0 4 20 ബാക്കി 10 24 8 ബാക്കി 20 എന്ന് പറയുമ്പോൾ 5 അല്ലെ? അപ്പൊ 90,525 എന്ന് ഇടും. ഇനി 2022 കേസ് എടുക്കുമ്പോഴോ ഇതേപോലെ നമ്മൾ കൂട്ടുമ്പോൾ 0 അല്ലെ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 പിന്നെ 4 6 10 6 16 2 18 ബാക്കി 1 ശിഷ്ടം 6 1 7 7 14 14 9 26 9 35 ബാക്കി 3 6 3 9 9 7 16 8 24 8 32 അല്ലെ? സോ 3,25,800 കിട്ടും. സോ അതിനെയും നമ്മൾ ഇതേപോലെ 3,25,800നെയും നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? 4 വെച്ച് ഹരിക്കുമ്പോൾ എത്രയാ വരുന്നേ? 4 32 അല്ലെ? 1 4 4 ബാക്കി 18 4 4 16 ബാക്കി 20 2 ശേഷം വരും 20 5 0 അല്ലെ? സോ 81,450 എന്ന് കിട്ടും. സോ അപ്പോ ചോദ്യം എന്താണ്? ദ ആവറേജ് മന്ത്ലി സാലറി ഓഫേർഡ് ടു ആൻ എംടെക് സ്റ്റുഡന്റ് ഇൻ 2023 is approximately ഡേഷ് പെർസെന്റേജ് മോർ ദാൻ ദാറ്റ് ഇൻ 2022 എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 90,525 നമ്മൾ എത്ര കുറയ്ക്കണം? 81,450 കുറയ്ക്കണം. സോ അപ്പൊ എത്ര ഡിഫറൻസ് വരുന്നത്? 5 0 പോയ 5 അല്ലെ? 2 5 പൂല 5 7 12 ബാക്കി 1 0 അല്ലെ? 9 1 10 ബാക്കി 1 അപ്പൊ 9,075 വരുന്നത്. സോ ഇത് എന്തിന്റെ? 81,450 കാരണം 2020 വെച്ചിട്ട് 22 വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഈ 81,450 എത്ര പെർസെന്റേജ് ആണ്? 9,075 എന്നുള്ളതാണ് ചോദ്യം അല്ലെ? നമുക്ക് ഇത് മുകളിലേക്ക് എഴുതാം. 9,075 ഡിവൈഡഡ് ബൈ 81,450 ഇൻറ്റു 100 ആണ് ചെയ്യണത് അല്ലെ? സോ നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ 81,450 10% എത്രയാ? 8,145 ആണ്. അപ്പൊ അതിനേക്കാൾ കൂടുതലാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കളയാം? 5.43 അല്ല പിന്നെ 10%നേക്കാൾ 25% ഒക്കെ വരാനുള്ള വാല്യൂ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ജസ്റ്റ് എത്രയേ ഉള്ളൂ? 8,145നേക്കാൾ കുറച്ച് കൂടുതൽ എന്നുള്ള ലെവലേ ഉള്ളൂ അല്ലെ? സോ 10% 8,145 ആണെന്ന് മനസ്സിലായി. സോ അപ്പൊ 10% എന്ന് പറയുന്നത് 8,145 ആണ്. അപ്പൊ അതിനേക്കാൾ എത്ര കൂടുതലാണ് 9,075 നോക്കിക്കേ? 9,075 മൈനസ് 8,145 എന്ന് പറയുമ്പോൾ 0 അല്ലെ? 3 9 10 930 കൂടുതൽ ഏകദേശം ഇതിന്റെ 1% പറയുമ്പോൾ എത്രയായിരിക്കും? 814.50 ആയിരിക്കും. അപ്പൊ ഒരു 1 പ്ലസ് ഒരു 2 അല്ലെ? ഇപ്പൊ 2% ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക. സോ അപ്പൊ അപ്രോക്സിമേറ്റ്ലി 12.17% ആയിരിക്കും. എന്തല്ല 17.14% അല്ല അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ആയിരിക്കും? 12.17% ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലെ?
അപ്പൊ അത്രയും 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ഇനി അടുത്ത 5 ക്വസ്റ്റ്യൻസ് നമ്മുടെ മറ്റു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ആദ്യത്തെ ചോദ്യം എന്താ? വർക്കിംഗ് 9 hours a day 12 persons complete a work in 25 days, working 6 hours a day 50 persons can do the same work in days എന്നാ പറഞ്ഞേക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ നമുക്കറിയാലോ. നമ്മുടെ ഇക്വേഷൻ എന്താ? M1 D1 T1 is equal to M2 D2 D2 അല്ലെ എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ M1 എത്രയാ? 12 ആളുകൾ അല്ലെ. എത്രയാണ് ഡേയ്സ്? 25 ഡേയ്സ്. എത്ര മണിക്കൂർ? 9 മണിക്കൂർ is equal to M2 15 persons ആണ് അല്ലെ. നമുക്ക് ഡേയ്സ് അറിയില്ല. സോ D2 in എത്ര അവേഴ്സ് ആണ്? 6 hours. സോ അപ്പൊ നമുക്ക് ഇതിനെ ചെറുതാക്കുമ്പോ അല്ലെങ്കിൽ D2 15ഉം 16ഉം 6ഉം പ്രതിക്ക് വരുമ്പോൾ എങ്ങനെ വരിക? 12 into 25 into 9 divided by 15 into 6 എന്ന് വരും അല്ലെ. സോ അപ്പൊ ഇതിൽ എന്തൊക്കെ വെട്ടിക്കളയാം? 6 12 അല്ലെ. 2 പ്രാവശ്യം പോവും അല്ലെ. 15ഉം 25ഉം എന്തിൽ പോവും? 5ൽ പോവില്ലേ? 15ൽ 5 3 പ്രാവശ്യം, 25ൽ 5 5 പ്രാവശ്യം. ഇനി 3 9 എത്ര പ്രാവശ്യം പോവും? 3. അപ്പൊ 2 into 5 into 3 30 ദിവസം കൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എത്ര ദിവസമായിരിക്കും? 30 days ആയിരിക്കും വരിക. ഓക്കെ അല്ലെ? മൂവിങ് അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ലെറ്റർ സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ സ്പേസിലും നമ്മൾ ഈ ഓരോരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കേസ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഇട്ട് കൊടുത്ത് നോക്കും. അപ്പൊ അതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക. സോ അപ്പൊ നമ്മൾ അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എ, ഇവിടെ പി അല്ലെ. പിന്നെ ഏതാ വരുന്നത്? വീണ്ടും എ പി. ഇവിടെ എയും ബിയും. പിന്നെ ഇവിടെ ഏതാ വരുന്നത്? എ ബി എന്നുള്ള ലെവലിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ബി എ ബി ബി അല്ലെ. ബി ഈ ഒരു ലെവൽ എടുക്കുന്നു. പിന്നെ ബി എ ബി 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 അല്ലെ. 3 ബി, ബി എ ബി ബി ബി. പിന്നെ അടുത്ത ബി എ ബി ബി ബി. പിന്നെ വീണ്ടും ബി വെച്ച് തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു ലെവലിൽ വരുമ്പോൾ മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ അപ്പൊ ഏതാണ് ആൻസർ? എ ബി എ ബി എ ബി എന്നുള്ള സാധനമായിരിക്കും ഇവിടെ എടുക്കേണ്ടി വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്? 3 successive discounts of 30% on the market price of an item are together equivalent to a single discount of എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇങ്ങനത്തെ ക്വസ്റ്റിനിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാലോ. ഓൾറെഡി ആദ്യത്തെ മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ 100 ആയിട്ട് എടുക്കുക. സോ എന്നിട്ട് ഇതിന്ന് 30% കുറച്ചാൽ എത്ര കിട്ടും ആലോചിക്കുക. എത്രയാണ്? 100ന്റെ 30% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് പ്രൈസ് മേലായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ 30% കുറയ്ക്കാം. 100ന്റെ 30% എത്രയാ? 100ന്റെ 30% മീൻസ് 30 തന്നെയാണ്. അപ്പൊ 100 മൈനസ് 30 പുതിയ വില എത്രയാ? 70 ആയിരിക്കും അല്ലെ. ഇനി ഈ 70യുടെ 30% ആണ് രണ്ടാമത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ 70യുടെ 30% മീൻസ് 70യിൽ നിന്ന് 70യുടെ 30% എത്രയാ? 70യുടെ 10% 7. സോ 30% മീൻസ് 21 അല്ലെ. അപ്പൊ 70 മൈനസ് 21. 70 മൈനസ് 20 50. 50 മൈനസ് 1 49 അല്ലെ. അടുത്തത് ഈ 49ന്റെ 30% നമുക്ക് കുറയ്ക്കണം. 49ന്റെ 30% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 49 മൈനസ് 30% പറയുമ്പോൾ 4.9 ആയിരിക്കും. 1% അല്ലെ, 10% അല്ലെ. 30% മീൻസ് 4.9 into 3 എത്ര വരിക? 9 into 3 27. ബാക്കി 2 3 4 12 14. അപ്പൊ എത്ര കുറയ്ക്കണം? 14.7 കുറയ്ക്കണം. അപ്പൊ എത്രയായിരിക്കും വരിക? ഇവിടെ നമുക്കറിയാം, ഇവിടെ പോയിന്റ് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 7 0 3 7 10 ബാക്കി 1 5 4 പിന്നെ 4 1 പോയാൽ എത്ര വരിക? 3. അപ്പം 4.3 ആയിരിക്കും ലാസ്റ്റത്തെ വില അല്ലെ. അപ്പൊ 100 രൂപ ഉണ്ടായിരുന്ന സാധനം പിന്നെ എത്ര രൂപയായിട്ട് മാറി? 3 പ്രാവശ്യം 30% വെച്ച് കുറച്ചപ്പോൾ 4.3 ആയി. അപ്പൊ എത്രയായിരിക്കും സിംഗിൾ ഡിസ്കൗണ്ട്? അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി 100 മൈനസ് 34.3 ചെയ്യാം. അപ്പൊ എത്ര വരിക? 7 3 10 അല്ലെ 5 6. സോ എത്ര വരിക? 65.7% ആയിരിക്കും അവിടുത്തെ സിംഗിൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഒറ്റ ഡിസ്കൗണ്ട്, അതായത് 3 പ്രാവശ്യം 30% കുറയ്ക്കുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 65.7% ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. മൂവിങ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു? സ്റ്റോർക്ക് എന്നുള്ളതിനെ VQRON എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടയേർഡിനെ നമ്മൾ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ. അപ്പൊ സ്റ്റോർക്കിനെ എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. വി അല്ലെ. എസ് കഴിഞ്ഞ് എത്രാമത്താണ് വി? എസ് 9ാമത്തത് അല്ലെ. വി എത്രാമത്തെയാ? വി 22ാമത്തെ. അപ്പൊ 3 എണ്ണം അവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നു. ടീനെ നമ്മൾ എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു? ക്യൂ. ടി എത്രാമത്തെയാ? ടി 20ാമത്തെയാണ്. ക്യൂ എത്രാമത്തെയാ? 17ാമത്തെയാണ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കണം? 3 എണ്ണം ബാക്കിലേക്ക് വന്നിരിക്കുന്നു. ഓ എന്തായി? 6 ആയി. ഓ എത്രാമത്തെയാ? ഓ 15ാമത്തെ. 6 എത്രാമത്തെയാ? 18ാമത്തെ. സോ 3 എണ്ണം ഫ്രണ്ടിലേക്ക് വന്നു. 6 എന്തായി? ഓ ആയി. മീൻസ് 6ന്ന് 3 എണ്ണം ബാക്കിലേക്ക് വരുമ്പോഴാണ് ഓ വരിക.
അല്ലെ? കെ എന്തായി? കെ എൻ ആയി മീൻസ് കെന്റെ അവിടെ നിന്ന് കെ 11ാമത്തെയും എൻ 14ാമത്തെയാണ്. അപ്പൊ 3 ഫ്രണ്ടിലേക്ക് വന്നു. അപ്പൊ എന്താണ് കണ്ടീഷൻ? അതിന്റെ ഓർഡർ എങ്ങനെയാ? +3 -3 +3 -3 +3 എന്നുള്ള ലെവലാണ് വരേണ്ടത്. അപ്പൊ ടയേർഡ് എന്നുള്ള വേർഡിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? +3 t+3 എവിടെയായിരിക്കും വരിക? ടി 20ാമത്തെ 23ാമത്തെ ഏതാണ്? W അല്ലെ? അപ്പൊ ഫസ്റ്റ് ലെറ്റർ W ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതും ചെയ്യാം. ഇനി അടുത്ത ഐന്ന് 3 ബാക്കിലേക്ക് വരണം. ഐന്ന് 3 ബാക്കിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? ഐ 9ാമത്തെ 3 ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ എഫ് ആയിരിക്കും വരിക അല്ലെ? 9ന്ന് 3 ബാക്കിലേക്ക് പോയാൽ 6ാമത്തെ അല്ലേ വരിക? 6ാമത്തെ ഏതാ വരുന്നത്? എഫ്. അപ്പൊ നമുക്ക് ഉറപ്പായി ഏതാണ് ആൻസർ? WFUBG ആണ്, അതല്ല വരിക. അപ്പൊ ഏതാണ് ആൻസർ? WFUBG ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ പേഴ്സൺ ട്രാവൽസ് ഫ്രം എക്സ് ടു വൈ അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h ആൻഡ് റിട്ടേൺസ് ഫ്രം വൈ ടു എക്സ് ബൈ ഇൻക്രീസിംഗ് ഹിസ് സ്പീഡ് ബൈ 50% ഹിസ് ആവറേജ് സ്പീഡ്. നമുക്കറിയാം ഒരേ ദൂരം എക്സ് ടു വൈ എന്ന് പറയുമ്പോഴും വൈ ടു എക്സ് എന്ന് പറയുമ്പോഴും ഒരേ ദൂരം അല്ലേ? ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത സ്പീഡുകൾ സഞ്ചരിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? 2ab ഡിവൈഡഡ് ബൈ a + b ആണ്. എ അങ്ങോട്ട് പോയ സ്പീഡ്, ബി തിരിച്ചു വന്ന സ്പീഡ്. അപ്പൊ അങ്ങോട്ട് പോയ സ്പീഡ് എത്രയാ? 50 km/h ആണ്. തിരിച്ചു വന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ 50% കൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ 50 നേരത്തെ പോയിരുന്ന 50ന്റെ 50% കൂട്ടി. അപ്പൊ 50ന്റെ 50% എത്രയാ? 50ന്റെ 50% എന്ന് പറയുമ്പോൾ 25 ആയിരിക്കും. അപ്പൊ അത് കൂട്ടി എന്ന് പറയുമ്പോൾ എത്ര വരിക? 75 സ്പീഡിലായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലെ? 2 × 50 × 75 ഡിവൈഡ് ബൈ 50 + 75 എത്ര വരിക? 125 എന്ന് വരും. ഇനി ഇതിനെ ചെറുതാക്കിയാൽ മതി. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 50 125 നമുക്കറിയാം 25ൽ പോവും അല്ലെ? 125ൽ 25 5 പ്രാവശ്യം 50ൽ 2 പ്രാവശ്യം. ഇനി 5 75ൽ എത്ര പ്രാവശ്യം പോകും നോക്കിക്കേ? ഓരഞ്ച് 5 ബാക്കി 2 ശേഷം 25ൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. അങ്ങനെ 15 × 2 × 2 എത്ര വരിക? 15 × 4 60 km/h ആയിരിക്കും ഇവിടുത്തെ ആവറേജ് സ്പീഡ്. സോ ദ ആൻസർ ഈസ് 60 km/h. ക്ലിയർ അല്ലേ? യെസ്. ഇത്രയായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അല്ലെ? ഈ 10 ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അപ്പൊ അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് അതിലെ കുറച്ചും കൂടി എളുപ്പ വഴികൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ആഴ്ചത്തെ ടെസ്റ്റ് പേപ്പറുമായിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.